ഇൻഫോ പാർക്കിൽ നിന്ന് 10 മിനിറ്റ് ഡ്രൈവിൽ എത്താൻ പറ്റുന്ന ഒരു വീട്, അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ ഡിസ്റ്റൻസിൽ 4 സെൻറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. .9 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ നോർത്ത് സൈഡിലും ഇൻറ്റേർണൽ റോഡ് തന്നെയാണ് വരുന്നത്. 6 മീറ്റർ ഓപ്പണിംഗ് ആണ് ഇവിടെ ഗേറ്റിന് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് വരുന്ന ഈ വീടിന് 3 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഉള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ കാർ പാർക്കിംഗ് വരുന്നത്. 13.8 അടി നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിനുള്ളത്. ഗേറ്റ് കടന്നു വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ചിരിക്കുന്നു. ഇവിടെയായിട്ടാണ് 2 കാർ പാർക്കിംഗ് വരുന്നത്. ഏകദേശം 21 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വീടിൻ്റെ കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. ഏകദേശം 4 അടിയോളമാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഇവിടെ ഏകദേശം 3 അടിയോളമാണ് സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. 5.7 അടി നീളവും 5 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാതിൽ മഹാഗണിയിൽ 2 പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. 11 അടി നീളവും 9.7 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണുള്ളത്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ കിച്ചണിലാണുള്ളത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. 9.8 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് ഇവിടെ സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. താഴത്തെ നിലയിൽ 2ഉം മുകളിലത്തെ നിലയിൽ 2ഉം. താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 14.2 അടി നീളവും 9.8 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വളരെ വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലാണുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 10 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ ഗ്രാനൈറ്റിലും ടൈലിലുമാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്.
സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 18 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലാണുള്ളത്. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഏകദേശം 2.5 അടിയോളം വീതിയുള്ള ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലാണുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലാണുള്ളത്. 10 അടിയോളം നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ബാൽക്കണിയിലാണുള്ളത്. 5 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും കാക്കനാടേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 69 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.